കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് 385 പരാതികൾ. അദാലത്തിൽ വന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഫെയർ വാല്യൂ 2025 ജനുവരി 3 നടത്താനും തീരുമാനമായി. കരുതലും കൈത്താങ്ങും തൃശൂർ ജില്ലയിലെ ആദ്യ താലൂക്ക് തല അദാലത്താണ് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്നത്. മുകുന്ദപുരം താലൂക്കിൽ നിന്നുള്ള നിരവധി പരാതിക്കാർ അദാലത്തിൽ പങ്കെടുത്തു. 118 പരാതികൾ ഓൺലൈനായി മാത്രം ലഭിച്ചു. നേരിട്ട് 267 പരാതികളും ലഭിച്ചു. നിയമത്തിന്റെ പേര് പറഞ്ഞ് ഒറ്റപ്പെടുത്താതെ സാധാരണക്കാരിലേക്ക് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനം എത്തിക്കുക എന്നതാണ് അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കെ രാജൻ പറഞ്ഞു. നിയമവും ചട്ടങ്ങളും കാണിച്ച് സാധാരണക്കാരെ പേടിപ്പിക്കരുത്. ദുരന്തം സംഭവിച്ചാൽ എല്ലാം കഴിഞ്ഞെന്ന് കരുതി പിന്നോട്ട് പോകുന്നതല്ല ഈ സർക്കാരിന്റെ രീതിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താതെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും സാധാരണക്കാരനായ ജനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അവരുടെ കൈകളിലെത്താനുള്ള മാർഗം എന്താണ്? ചുവപ്പ് നാടുകളിൽ കുടുങ്ങി സാധാരണക്കാരുടെ ജീവിതം ഉണ്ടാക്കുന്ന പ്രയാസം ഇല്ലാതാക്കാനാണ് അദാലത്തുകൾ നടത്തുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പലപ്പോഴും ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ചുവപ്പ് നാടുകളിൽ കുരുങ്ങി അതിസാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നിവൃത്തികേടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത്. അദാലത്തിൽ വെച്ച് 22 പുതിയ റേഷൻ കാർഡുകളും 15 പേർക്ക് ദേവസ്വം പട്ടയവും വിതരണം ചെയ്തു. MLA-മാരായ KK രാമചന്ദ്രൻ, VR സുനിൽകുമാർ എന്നിവരും അദാലത്തിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തൃശൂർ.